കോമ്പറ്റേറ്റീവ് സോളിലേക്ക് സ്വാഗതം. ഇന്ന് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഭാഗത്ത് ചാപ്റ്റർ 1 ആണ് തുടങ്ങുന്നത്. 5ാം ക്ലാസ്സിൽ നമ്മൾ തീർത്തു. ഇനി 6ാം ക്ലാസ്സിലേക്ക് വരികയാണ്. 6ാം ക്ലാസ്സിലെ പാഠഭാഗം 1 ഇന്ന് ഡിസ്കസ് ചെയ്യും. കുട്ടികളുടെ പാഠപുസ്തകവും അതുപോലെ തന്നെ ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കൊക്കെ റെഫർ ചെയ്തിട്ടാണ് നോട്ട് തയ്യാറാക്കുന്നത്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. പാഠം 1, ആദിമ മനുഷ്യരും സംസ്കാരങ്ങളും. പാഠഭാഗം തുടങ്ങുന്നത് ഒരു പുസ്തകത്തിലെ കുറച്ച് വരികൾ തന്നിട്ടാണ്. ആ പുസ്തകം ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ. ഇത് എഴുതിയതാരാണ്? ജവഹർലാൽ നെഹ്റു. നമ്മൾ 5ാം ക്ലാസ്സിൽ ഇത് പഠിച്ചു വന്നതാണ്. ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എഴുതിയത് ജവഹർലാൽ നെഹ്റു. ഇവിടെ മകൾ ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ദെൻ BCE CE വർഷത്തെ അല്ലെങ്കിൽ കാലത്തെ സൂചിപ്പിക്കുന്നതാണ് BCE അല്ലെങ്കിൽ അതുപോലെ CE. BCE എന്ന് പറയുന്നത് ബിഫോർ കോമൺ എറ, പൊതുവർഷത്തിന് മുമ്പ്. CE പൊതുവർഷം, കോമൺ എറ. CE 0, 100 അങ്ങനെ ഫ്യൂച്ചറിലോട്ട് പോകുന്നതാണ്. ഇപ്പോൾ ഉള്ളത് CE ആണ്. ഈ CEക്ക് മുമ്പ് CE 0 തൊട്ടാണ് തുടങ്ങിയിട്ടുണ്ടാവുക. അപ്പോൾ ആ CE 0ക്ക് മുമ്പുള്ളത് ഏതാണ്? BCE വെച്ചിട്ടാണ് പറയുന്നത്, പൊതുവർഷത്തിന് മുമ്പ്. ദെൻ ഈ BCEക്കും CEക്കും മുമ്പുള്ളത് നമ്മൾ ക്രിസ്തുവിൻ്റെ ജനനം അടിസ്ഥാനമാക്കിയിട്ട് കാലം പറയാറുണ്ട്. അതാണ് BCEയും ADയും. BC എന്ന് പറയുമ്പോൾ ബിഫോർ ക്രിസ്റ്റ് ആൻഡ് AD അന്നോ ഡൊമിനി. BCE പൊതുവർഷത്തിന് മുമ്പ്, ബിഫോർ കോമൺ എറ. CE പൊതുവർഷം, കോമൺ എറ. BCEക്കും CEക്കും മുമ്പ് BC ബിഫോർ ക്രിസ്റ്റ്, AD അന്നോ ഡൊമിനി. പുസ്തകത്തിലെ ഡയഗ്രാം തന്നിട്ടുണ്ട്. CE ആൻഡ് BCE. CE 1 തൊട്ട് 100, 200 അങ്ങനെ ഫ്യൂച്ചറിലോട്ട് പോകുന്നു. BCE CEക്ക് ശേഷം, CEക്ക് മുമ്പുള്ള കാലമാണ് BCE. ബാക്കിൽ പാസ്റ്റിലോട്ടാണ് പോകുന്നത്. ദെൻ നൂറ്റാണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു 100 വർഷത്തെയാണ് നൂറ്റാണ്ട് എന്ന് പറയാം. ദെൻ 10 ലക്ഷം വർഷത്തെയാണ് ദശലക്ഷം വർഷം എന്ന് പറയുന്നത്. ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറയുമ്പോൾ 10 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെയാണ് വരുന്നത്. ദെൻ ഫോസിലുകൾ, പുരാതനമായിട്ടുള്ള ജീവികളുടെയും മറ്റു ജീവികളുടെയൊക്കെ ശേഷിപ്പുകളെയാണ് ഫോസിലുകൾ എന്ന് പറയുന്നത്. പുരാതന ശേഷിപ്പുകൾ. ഈ ഫോസിലുകളെ, ഒരു ഫോസിൽ കണ്ടെത്തിയാൽ അത് എത്രത്തോളം കാലപ്പഴക്കമുണ്ടെന്ന് കണ്ടെത്താനാണ് കാർബൺ ഡേറ്റിംഗ് പ്രോസസ്സ് യൂസ് ചെയ്യുന്നത്. കാർബൺ ഡേറ്റിംഗ്. ഫോസിലിനെ കുറിച്ചുള്ള പഠനശാഖയാണ് പാലിയന്തോളജി. ഫോസിലുകൾ, പുരാതന ശേഷിപ്പുകളാണ് ഫോസിലുകൾ. ഫോസിലിൻ്റെ കാലപ്പഴക്കം കണ്ടെത്തുന്നത് കാർബൺ ഡേറ്റിംഗ് വഴിയാണ്. ഫോസിലിനെ കുറിച്ചുള്ള പഠനശാഖയാണ് പാലിയന്തോളജി. ദെൻ മനുഷ്യ പരിണാമം. മനുഷ്യന് കുരങ്ങ് വംശത്തിൽ നിന്ന് പരിണാമം സംഭവിച്ചിട്ടാണ് മനുഷ്യനുണ്ടാവുന്നത് എന്ന് പറയുന്നു. ചാൾസ് ഡാർവിനാണ് ഈ പരിണാമ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്. പരിണാമ സിദ്ധാന്തം കൊണ്ടുവന്നത് ചാൾസ് ഡാർവിനാണ്. ചാൾസ് ഡാർവിൻ്റെ ജനനം 1809 ഫെബ്രുവരി 12 ഇംഗ്ലണ്ടിലായിരുന്നു. ഇംഗ്ലണ്ടിൽ 1809 ഫെബ്രുവരി 12 ചാൾസ് ഡാർവിൻ ജനിക്കുന്നത്. ചാൾസ് ഡാർവിൻ്റെ പ്രധാന പുസ്തകം, അതായത് പരിണാമമൊക്കെ എഴുതി വെച്ചിട്ടുള്ള പുസ്തകമാണ് ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ്. 1859 ഇത് പ്രസിദ്ധീകരിക്കുന്നത്. മനുഷ്യ പരിണാമ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ് ചാൾസ് ഡാർവിൻ. ജനനം പാഠപുസ്തകത്തിൽ തന്നിട്ടുണ്ട്. 1809 ഫെബ്രുവരി 12 ഇംഗ്ലണ്ടുകാരനാണ് ചാൾസ് ഡാർവിന്. ചാൾസ് ഡാർവിൻ്റെ ബുക്കാണ് ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ്. 1859 ഇത് പ്രസിദ്ധീകരിക്കുന്നത്. ഞാൻ പറഞ്ഞു, കുരങ്ങ് വംശത്തിൽ നിന്ന് പരിണാമം സംഭവിച്ചിട്ടാണ് മനുഷ്യനുണ്ടാവുന്നത്. അതിൻ്റെ ശാഖകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. പ്രൈമേറ്റുകൾ എന്ന് പറയുമ്പോൾ ഒരു കുരങ്ങ് വംശമായിട്ട് വരും. അവിടെ നിന്ന് പരിണാമം സംഭവിച്ചിട്ട് ഹോമിനിഡുകൾ ഇങ്ങനെ വരികയാണ്. അപ്പോൾ പ്രൈമേറ്റുകൾ അതൊരു സസ്തനികളിലെ ഒരു വിഭാഗം മാത്രമാണ്. ദെൻ ഹോമിനോയിഡുകൾ എന്ന് പറയുമ്പോൾ 4 കാലിൽ സഞ്ചരിക്കുന്നു. ദെൻ ഹോമിനിഡുകളിലേക്ക് പരിണാമം സംഭവിക്കുമ്പോൾ 2 കാലിൽ സഞ്ചരിക്കുന്നു. അങ്ങനെ ചെറിയ ചെറിയ പരിണാമത്തിലൂടെ മനുഷ്യരിലേക്ക് അടുത്തു വരികയാണ്. ഹോമിനിഡുകളെ 2ആയിട്ട് തരംതിരിക്കുന്നുണ്ട്, ആസ്ട്രലോപിത്തക്കസും ഹോമോയും. ഹോമിനിഡിനെ ആസ്ട്രലോപിത്തക്കസും ഹോമോ ആയിട്ട് തരംതിരിക്കുന്നു. ഈ ഹോമോയിൽ നിന്നാണ് മനുഷ്യരിലേക്ക് പരിണാമം സംഭവിക്കുന്നത്. ഹോമോ പറയുന്നത് 3ആയിട്ട് തരംതിരിക്കുക.
ഹോമോ ഹാബിലിസ്, ഹോമോ ഇറക്റ്റസ്, ഹോമോ സാപ്പിയൻസ്. ഹോമോ ഹാബിലിസ് എന്ന് പറയുമ്പോൾ അവർ ആയുധങ്ങൾ നിർമ്മിക്കും. ഈ നിർമ്മാണങ്ങളൊക്കെ ഒരുപാട് വന്നത് ഹോമോ ഹാബിലിസിലാണ്. ആയുധങ്ങൾ, കല്ലുകളുമൊക്കെ അതിൽ നിന്നൊക്കെ ഒരുപാട് നിർമ്മാണങ്ങൾ വന്നു ഹോമോ ഹാബിലിസിൻ്റെ കാലത്ത്. ദെൻ ഹോമോ ഇറക്റ്റസ് പറയുമ്പോൾ അവർ നിവർന്ന് നിൽക്കുന്നു. ഹോമിനിഡുകളിൽ ഇരുകാലിൽ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ അവർ നിവർന്ന് നിന്നിട്ടില്ല. നിവർന്ന് നിൽക്കുന്നത് ഹോമോ ഇറക്റ്റസിലേക്ക് എത്തുമ്പോഴാണ്. ദെൻ ഹോമോ സാപ്പിയൻസ്. ഹോമോ സാപ്പിയൻസ് ആണ് നമ്മളൊക്കെ ഉൾപ്പെടുന്ന മനുഷ്യ വിഭാഗമായിട്ട് വരുന്നത്. ഹോമോ സാപ്പിയൻസ് ബുദ്ധിയുള്ള മനുഷ്യനാണ്. ബുദ്ധി വരുന്നത് എങ്ങോട്ടാണ്? ഹോമോ സാപ്പിയൻസിൽ എത്തുമ്പോഴാണ്. പുസ്തകത്തിലെ ഡയഗ്രം തരുന്നുണ്ട്. പ്രൈമേറ്റുകൾ സസ്തനികളുടെ ഒരു വിഭാഗം. പ്രൈമേറ്റുകൾ മാറിയിട്ട് ഹോമിനോയിഡുകളാവുന്നു. ഹോമിനോയിഡിൽ 4 കാലിൽ നടത്തം. ഹോമിനിഡുകൾ. ദെൻ ഹോമിനിഡുകൾ ഇരുകാലിൽ നടത്തം. ഹോമിനിഡുകൾ 2ആയിട്ട് തിരിക്കുന്നു. ആസ്ട്രലോപിത്തക്കസ് ആൻഡ് ഹോമോ. ഹോമോയെ 3ആയിട്ട് തിരിക്കുന്നു. ഹോമോ ഹാബിലിസ്. ഇവർ ഉപകരണ നിർമ്മാതാക്കൾ എന്ന് പറയും. ഞാൻ പറഞ്ഞു ആയുധങ്ങളൊക്കെ നിർമ്മിച്ചിരുന്നു ഹോമോ ഹാബിലിസ്, അതുകൊണ്ട് തന്നെ ഇവരെ ഉപകരണ നിർമ്മാതാക്കൾ എന്ന് പറയും. ദെൻ ഹോമോ ഇറക്റ്റസ്, നിവർന്നു നിൽക്കുന്ന മനുഷ്യരായിട്ട് വന്നത് ഹോമോ ഇറക്റ്റസിലാണ്. ദെൻ ഹോമോ സാപ്പിയൻസ്, ബുദ്ധിയുള്ള മനുഷ്യർ. ഇനി ഇതിൽ ഓരോന്നിനും കുറച്ച് പോയിൻറ്റ്സ് തരുന്നുണ്ട്. ഇത് പാഠപുസ്തകത്തിലില്ല, ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കിൽ ഇത് തന്നിട്ടുണ്ട്. പ്രൈമേറ്റുകൾ സസ്തനികളിലെ ഒരു വിഭാഗം. 36 ദശലക്ഷം വർഷം മുമ്പാണ് പ്രൈമേറ്റുകൾ ഉണ്ടായിരുന്നത്. 36 ദശലക്ഷം വർഷം മുമ്പ്, അതായത് 36 ദശലക്ഷം വർഷം മുമ്പാണ് പ്രൈമേറ്റുകൾ ഉണ്ടായിരുന്നത്. ഏഷ്യ, ആഫ്രിക്ക രാജ്യങ്ങളിലൊക്കെയാണ് ഇവരുടെ ഇത് കണ്ടെത്തിയിട്ടുള്ളത്. ഇവർ ഉണ്ടായിരുന്നെന്ന് കണ്ടെത്തിയത് ഏഷ്യ, ആഫ്രിക്കൻ രാജ്യങ്ങളുടെ പ്രദേശങ്ങളിൽ നിന്നാണ് പ്രൈമേറ്റുകൾ. ദെൻ ഹോമിനോയിഡുകൾ. പ്രൈമേറ്റുകൾ പരിണാമം സംഭവിച്ച് ഹോമിനോയിഡുകൾ ഉണ്ടാവുന്നു. ഹോമിനോയിഡുകൾ 4 കാലിലാണ് നടത്തം. 24 ദശലക്ഷം വർഷം മുമ്പാണ് ഹോമിനോയിഡുകൾ ഉണ്ടായിരുന്നത്. ഇവർക്ക് ചെറിയ തലച്ചോറാണ് ഉണ്ടാവുക. ദെൻ ഹോമിനിഡുകൾ. ഹോമിനോയിഡുകൾ പരിണാമം സംഭവിച്ചിട്ട് ഹോമിനിഡുകളിലേക്ക് എത്തി. ഹോമിനിഡുകൾ ഇരുകാലിലാണ് നടത്തം. നിവർന്ന് നിൽക്കാൻ തുടങ്ങി. അതായത് 4 കാലിൽ നിന്ന് നിവർന്നു നിന്നു. ഇരുകാലിലായി നടത്തം. തലച്ചോറിൻ്റെ വലുപ്പമൊക്കെ പാകമായിട്ട് വന്നത് ഹോമിനിഡുകളിലേക്ക് എത്തുമ്പോഴാണ്. ഇരുകാലിൽ നടത്തം, നിവർന്ന് നിൽക്കാൻ തുടങ്ങി. തലച്ചോറിൻ്റെ വലുപ്പവും പ്രധാനപ്പെട്ടതാണ് ഹോമിനിഡുകൾ. ദെൻ ഹോമോ ഹാബിലിസ്. ഹോമിനിഡുകളെ 2ആയിട്ട് തിരിച്ചു. ആസ്ട്രലോപിത്തക്കസ് ആൻഡ് ഹോമോ. ഹോമോയിലെ ഒരു വിഭാഗമാണ് ഹോമോ ഹാബിലിസ്. ഇവരെ ഉപകരണ നിർമ്മാതാക്കൾ എന്ന് പറയും. ആയുധങ്ങളൊക്കെ നിർമ്മിച്ചു തുടങ്ങിയത് ഹോമോ ഹാബിലിസിലാണ്. അത് ഉപകരണ നിർമ്മാതാക്കൾ അതാണ് ഹാൻഡിമാൻ എന്ന് പറയുന്നത്. ഹാൻഡിമാൻ എന്ന് പറയുന്നത് ഹോമോ ഹാബിലിസിനെയാണ്. ദെൻ ആയുധങ്ങൾ നിർമ്മാണം. അപ്പോൾ ഹാൻഡിമാൻ ഓർത്തിരിക്കണം. ഹാൻഡിമാൻ ഉപകരണ നിർമ്മാതാക്കൾ എന്നറിയപ്പെടുന്നത് ഹോമോ ഹാബിലിസ് ആണ്. ദെൻ ഹോമോ ഇറക്റ്റസ്, നിവർന്ന് നിൽക്കുന്ന മനുഷ്യരാണ് ഹോമോ ഇറക്റ്റസ്. ഏഷ്യ, ആഫ്രിക്ക പ്രദേശങ്ങളിൽ നിന്നാണ് ഇവരുടെ ശേഷിപ്പുകൾ കണ്ടെത്തിയിട്ടുള്ളത്. ഹോമോ ഇറക്റ്റസ്, നിവർന്ന് നിൽക്കുന്ന മനുഷ്യർ. ഏഷ്യ, ആഫ്രിക്കയിൽ നിന്നൊക്കെ ശേഷിപ്പുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ദെൻ ഹോമോ സാപ്പിയൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഹോമോ സാപ്പിയൻസ് ആണ് ബുദ്ധിയുള്ള മനുഷ്യ വിഭാഗം. നമ്മൾ ഉൾപ്പെടുന്ന മനുഷ്യവർഗം ഏതാണ്? ഹോമോ സാപ്പിയൻസ് ആണ്. ബുദ്ധിയുള്ള മനുഷ്യ വിഭാഗം, നമ്മൾ ഉൾപ്പെടുന്ന മനുഷ്യവർഗം ഹോമോ സാപ്പിയൻസ് ആണ്. ദെൻ മനുഷ്യ വികാസത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ. മനുഷ്യൻ പരിണാമം സംഭവിച്ചു വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ, ജീവിത സാഹചര്യങ്ങളും ശൈലികളും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ ഘട്ടങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശിലകൾ ആയുധമാക്കി ഉപയോഗിച്ച കാലഘട്ടമാണ് ശിലായുഗം. ശില എന്ന് പറയുമ്പോൾ കല്ലുകളൊക്കെ ആയുധമായിട്ട് ഉപയോഗിച്ച കാലഘട്ടത്തെയാണ് ശിലായുഗം എന്ന് പറയുന്നത്. ശിലായുഗത്തെ തന്നെ 3ആയിട്ട് തരംതിരിക്കാം. പ്രാചീന ശിലായുഗം, അതായത് കല്ലുകളൊക്കെ ആയുധമായിട്ട് ഉപയോഗിച്ച് ആദ്യഘട്ടം പ്രാചീന ശിലായുഗം. അവിടുന്ന് കുറച്ച് പുരോഗതി വന്ന് മധ്യശിലായുഗം. ദെൻ നവീന ശിലായുഗം. ശിലകൾ ആയുധമായി ഉപയോഗിച്ച കാലഘട്ടമാണ് ശിലായുഗം. ശിലായുഗം 3ആയിട്ട് തിരിക്കാം. പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം. ദെൻ പ്രാചീന ശിലായുഗം പറഞ്ഞു കല്ലുകൾ ആയുധമായിട്ട് യൂസ് ചെയ്യുന്നതാണ്.
ഇതിൻ്റെ ആദ്യഘട്ടമാണ് പ്രാചീന ശിലായുഗം. ശിലായുഗത്തിൻ്റെ ആദ്യഘട്ടം പരുക്കൻ കല്ലുകൾ ഉപകരണമാക്കി മാറ്റി. കല്ലുകൾ അവർക്ക് ലഭിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ അവർ അതിനെ ആയുധമായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്തത്. വനവിഭവങ്ങൾ ശേഖരിക്കാൻ, വേട്ടയാടാനൊക്കെ ഈ കല്ലുകൾ ആയുധങ്ങളായിട്ട് ഉപയോഗിച്ചു. പ്രാചീന ശിലായുഗത്തിൻ്റെ ആദ്യഘട്ടമാണ് പ്രാചീന ശിലായുഗം. പരുക്കൻ കല്ലുകളാണ് ഉപയോഗിച്ചിരുന്നത്. വനവിഭവ ശേഖരണവും വേട്ടയാടലുമായിരുന്നു ഇവരുടെ ഉപജീവനം. ദെൻ മധ്യശിലായുഗം. സൂക്ഷ്മ ശിലാ ഉപകരണങ്ങൾ ഉപയോഗിച്ചു. അതായത് ഇവർ കിട്ടണ എല്ലാം കല്ലുകൾ എടുക്കാതെ മൂർച്ചയുള്ളത്, അതായത് പിന്നെ മൂർച്ചയുള്ളത്, അതുപോലെ വെയിറ്റ് കുറഞ്ഞതൊക്കെ അവർ തിരഞ്ഞെടുക്കാൻ തുടങ്ങി. അതാണ് സൂക്ഷ്മ ശിലാ ഉപകരണങ്ങൾ ഉപയോഗിച്ചു. ഭക്ഷ്യയോഗ്യമായ പുല്ലിനങ്ങൾ മത്സ്യവും ഭക്ഷണമാക്കി. മൃഗത്തോലും ഇലകളും വസ്ത്രങ്ങളൊക്കെ വന്നത് മൃഗത്തോലും ഇലകളൊക്കെ വസ്ത്രങ്ങളാക്കി മാറ്റുകയും ചെയ്തു. മധ്യശിലായുഗം. സൂക്ഷ്മ ശിലാ ഉപകരണങ്ങൾ ഉപയോഗിച്ചു. ഭക്ഷ്യയോഗ്യമായ പുല്ലിനങ്ങളും മത്സ്യവും ഭക്ഷണമാക്കി. മൃഗത്തോലും ഇലകളും വസ്ത്രങ്ങളാക്കി. ദെൻ നവീന ശിലായുഗം. നവീന ശിലായുഗത്തിൽ അവർ ഈ കിട്ടുന്ന ശിലകൾ എന്ത് ചെയ്തു? പരിഷ്കരിക്കാൻ തുടങ്ങി. പരിഷ്കരിച്ചു ഓരോ ആയുധങ്ങൾ അതുകൊണ്ട് ഉണ്ടാക്കാൻ തുടങ്ങി. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നതിൽ നിന്ന് മാറിയിട്ട് ആ ശിലകൾ കൊണ്ട് ആയുധങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. നവീന ശിലായുഗത്തിൽ അവർ അതുകൊണ്ട് കൃഷി ആരംഭിച്ചു. കൃഷി തുടങ്ങുന്നത് എന്നാണ്? നവീന ശിലായുഗത്തിലാണ്. ചക്രം കണ്ടുപിടിക്കുന്നതും നവീന ശിലായുഗത്തിലാണ്. മൺപാത്ര നിർമ്മാണം ഒക്കെ തുടങ്ങി. ഈ കൃഷി തുടങ്ങുന്നു, മൺപാത്ര നിർമ്മാണം, ഇതൊക്കെ അവരെന്തു ചെയ്തു? ഒരു പ്രദേശത്ത് തന്നെ താമസമാക്കാൻ നിർബന്ധിച്ചു. കാരണം കൃഷി തുടങ്ങിയാൽ കൃഷിയെ പരിചരിക്കേണ്ടി വരും. അപ്പോൾ അതുവരെ അവർ വാണ്ടറിങ് ആയിരുന്നു. ഒരു സ്ഥലത്ത് മാത്രം നിൽക്കാതെ കാടുകളിലൂടെ സഞ്ചരിച്ചു കൊണ്ടായിരുന്നു അവർ ജീവിച്ചിരുന്നത്. കൃഷി ആരംഭിച്ചതോടെ ഒരു പ്രദേശത്ത് സ്ഥിരവാസം തുടങ്ങി. എന്നാണ്? നവീന ശിലായുഗത്തിലാണ്. നവീന ശിലായുഗം കൂടുതൽ പരിഷ്കരിച്ച മിനുസമുള്ള കല്ലുകൾ ഉപയോഗിച്ചു. കൃഷി ആരംഭിച്ചു. ചക്രം കണ്ടുപിടിച്ചു. മൺപാത്ര നിർമ്മാണം തുടങ്ങി. ഒരു പ്രദേശത്ത് സ്ഥിരവാസം തുടങ്ങി. ദെൻ ബിംബേഡ്ക നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ബിംബേഡ്ക എന്താണ്? ശിലായുഗ മനുഷ്യർ അധിവസിച്ചിരുന്ന ഒരു പ്രധാന ഗുഹാകേന്ദ്രമാണ് ബിംബേഡ്ക. മധ്യപ്രദേശിൽ ഇന്നും കാണുന്ന ശിലായുഗ മനുഷ്യർ അധിവസിച്ചിരുന്ന ഒരു ഗുഹാകേന്ദ്രമാണ് ബിംബേഡ്ക. ഇതിൻ്റെ പ്രത്യേകത അവിടുത്തെ ഗുഹാചിത്രങ്ങളാണ്. ഒരു ഗുഹാചിത്രങ്ങൾ കണ്ടെത്തിയ മധ്യപ്രദേശിലെ ഒരു ഗുഹാകേന്ദ്രമാണ് ബിംബേഡ്ക. ദെൻ ശിലായുഗം കഴിഞ്ഞു. ശിലായുഗത്തിൽ കല്ലുകളാണ് അവർ യൂസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ലോഹങ്ങളിലേക്ക് വരുന്നു. ഈ ലോഹങ്ങൾ ഉപയോഗിച്ച കാലഘട്ടമാണ് ലോഹയുഗം എന്ന് പറയുന്നത്. ശിലകൾ യൂസ് ചെയ്തത് ശിലായുഗത്തിൽ പ്രാചീനം, മധ്യം, നവീനം വന്നു. ഇത് കഴിഞ്ഞിട്ട് ലോഹങ്ങൾ കണ്ടെത്തി. ആ കാലഘട്ടമാണ് ലോഹയുഗം എന്ന് പറയുന്നത്. ആദ്യമായിട്ട് ഇവർ യൂസ് ചെയ്ത ലോഹം ഏതാണ്? ചെമ്പാണ്. ആദ്യമായിട്ട് മനുഷ്യർ യൂസ് ചെയ്ത ലോഹം ചെമ്പാണ്. ദെൻ ചെമ്പിന് കനം കുറവായിരുന്നു. അതായത് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതായിരുന്നു ചെമ്പ്. ആയുധങ്ങൾ നിർമ്മിക്കാൻ കുറച്ചുകൂടി നന്നായിട്ട് അവരെന്ത് ചെയ്തു? വെങ്കലം കണ്ടുപിടിച്ചു. വെങ്കലം എന്ന് പറയുന്നത് ചെമ്പും ഈയത്തിൻ്റെയും സങ്കര ഇനമാണ് വെങ്കലം എന്ന് പറയുന്നത്. മനുഷ്യൻ ആദ്യം ഉപയോഗിച്ച ലോഹം ചെമ്പാണ്. ദെൻ ചെമ്പും ഈയവും ചേർത്ത് അവർ വെങ്കലം ഉണ്ടാക്കി. ദെൻ ലോഹയുഗം തുടങ്ങുമ്പോൾ ചെമ്പാണ് യൂസ് ചെയ്തത്. അത് ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ അത് വെങ്കലത്തിലേക്ക് മാറി. ദെൻ വെങ്കലം യൂസ് ചെയ്തിരുന്ന ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെയാണ് വെങ്കല യുഗം എന്ന് പറയുന്നത്. വെങ്കലം ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെ വെങ്കല യുഗം എന്ന് പറയും. വെങ്കല യുഗത്ത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. വെങ്കല യുഗത്ത് ആയുധങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായത് കൊണ്ട് തന്നെ അവർ കൃഷി വ്യാപിച്ചു. ഒരുപാട് കൃഷി വ്യാപനം നടന്നു. ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ടായി. ഉൽപ്പന്നങ്ങളുടെ വർധനവുണ്ടായി. അവർക്ക് ആവശ്യത്തിലേറെ ഉൽപ്പന്നങ്ങൾ അവർ ഉൽപ്പാദിപ്പിച്ചു. അപ്പോൾ ആ ഉൽപ്പന്നങ്ങൾ ഒരുപാട് വർധന വന്നപ്പോൾ അവർ കൈമാറ്റം തുടങ്ങി. മറ്റ് ഗ്രാമങ്ങളിലേക്കൊക്കെ കൈമാറ്റം വന്നു. ഈ കൈമാറ്റം അങ്ങനെ ഒരുപാട്
മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഒരുപാട് നഗരങ്ങൾ ഗ്രാമങ്ങൾ സമ്പർക്കവും എല്ലാം ചെയ്തു. നഗരങ്ങളും പട്ടണങ്ങളും ഉണ്ടാവാൻ കാരണമായി. കൃഷിയുടെ വെങ്കല യുഗത്തിൽ കൃഷി വ്യാപനം കാർഷികോൽപ്പന്നത്തിൻ്റെ വർധനവുണ്ടായി. ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റം ഇതെല്ലാം എന്തിനു കാരണമായി? പട്ടണങ്ങളും നഗരങ്ങളും ഉയർന്നു വരാനുള്ള കാരണമായി. അങ്ങനെ വെങ്കല യുഗത്തിൽ ഉയർന്നു വന്ന പ്രധാന സംസ്കാരങ്ങളാണ് പ്രധാന നഗരങ്ങളും പട്ടണങ്ങളും ഉണ്ടായി. ആ പട്ടണത്തിൽ അപ്പോൾ എന്താണ്, ഒരുപാട് ആളുകൾ ഒരുമിച്ച് താമസിക്കുമ്പോൾ അവിടെ ഓരോ സംസ്കാരങ്ങൾ ഉയർന്നു വരും. ഒരുപാട് രീതികളും നിയമങ്ങളും സംസ്കാരങ്ങളും ഉയർന്നു വരും. ഇങ്ങനെയുള്ള വെങ്കല യുഗത്തിലെ ഉയർന്നു വന്ന പ്രധാന സംസ്കാരങ്ങളാണ് മെസപ്പൊട്ടേമിയൻ സംസ്കാരം, ഹാരപ്പൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം. ഈ 4 സംസ്കാരങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. മെസപ്പൊട്ടേമിയൻ സംസ്കാരം, ഹാരപ്പൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം. ഓർത്തുവെക്കുക, ഈ സംസ്കാരങ്ങളൊക്കെ ഏത് യുഗത്തിലാണ്? വെങ്കല യുഗത്തിലാണ് ഉയർന്നു വന്നത്. ഈ ഉയർന്നു വന്ന നഗരങ്ങൾ അല്ലെങ്കിൽ സംസ്കാരങ്ങളെല്ലാം ഒരു നദീതടത്തോട് ചേർന്നിട്ടായിരുന്നു. ഇവർ കൃഷിയിലൂടെയാണ് നഗരങ്ങളൊക്കെ രൂപപ്പെടുന്നത് പറഞ്ഞു. അപ്പോൾ കൃഷിക്ക് എന്താണ്, ഇറിഗേഷൻ, ജലസേചനം ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജലസേചനത്തിന് സൗകര്യപ്രദമായിട്ട് ഇവർ നദീതടങ്ങളിലാണ് സംസ്കാരങ്ങൾ ഉയർന്നു വരുന്നത്. സംസ്കാരങ്ങൾ ഉയർന്നു വന്ന നദീതടങ്ങൾ. മെസപ്പൊട്ടേമിയൻ സംസ്കാരം ഉയർന്നു വന്നത് 2 നദികൾക്ക് ഇടയിലായിരുന്നു. യൂഫ്രട്ടീസും ടൈഗ്രീസ് നദികൾക്കും ഇടയിലാണ് മെസപ്പൊട്ടേമിയൻ സംസ്കാരം ഉയർന്നു വന്നത്. മെസപ്പൊട്ടേമിയൻ, യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ്. ഹാരപ്പൻ സംസ്കാരം ഉയർന്നു വന്നത് സിന്ധു നദിക്ക് തീരത്താണ്. സിന്ധു നദിയാണ് ഹാരപ്പൻ സംസ്കാരം. ഈജിപ്ഷ്യൻ സംസ്കാരം നൈൽ നദീ തീരത്ത്. ഈജിപ്ഷ്യൻ, നൈൽ നദി. ചൈനീസ് സംസ്കാരം ഹൊയാങ്ഹോ നദീതീരത്ത്. ചൈനീസ്, ഹൊയാങ്ഹോ. മെസപ്പൊട്ടേമിയൻ, യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ്. ഹാരപ്പൻ, സിന്ധു. ഈജിപ്ഷ്യൻ, നൈൽ. ചൈനീസ്, ഹൊയാങ്ഹോ. ആദ്യം മെസപ്പൊട്ടേമിയൻ സംസ്കാരം പഠിക്കാം. മെസപ്പൊട്ടേമിയൻ സംസ്കാരം ഇന്ന് നിലവിലുള്ള ഇറാഖിലാണ് മെസപ്പൊട്ടേമിയൻ സംസ്കാരം ഉണ്ടായിരുന്നത്. ഇന്നത്തെ ഇറാഖ് എന്ന രാജ്യത്താണ് മെസപ്പൊട്ടേമിയൻ സംസ്കാരം ഉണ്ടായിരുന്നത്. നദികൾക്കിടയിലെ പ്രദേശം എന്നാണ് മെസപ്പൊട്ടേമിയൻ എന്നതിൻ്റെ അർത്ഥം. അതായത് നമുക്കറിയാം, യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ് നദികൾക്കിടയിലാണ് ഈ സംസ്കാരം ഉണ്ടായിരുന്നത്. യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ്. അതുകൊണ്ട് തന്നെ മെസപ്പൊട്ടേമിയൻ എന്നതിൻ്റെ അർത്ഥം എന്താണ്? നദികൾക്കിടയിലെ പ്രദേശം എന്നാണ്. ഇറാഖിലാണ് ഇതുണ്ടായിരുന്നത്. മെസപ്പൊട്ടേമിയൻ സംസ്കാരങ്ങൾ 4 തരം, പ്രധാനമായിട്ടും 4 സംസ്കാരങ്ങളാണ് അവിടെ ഉയർന്നു വന്നത്. സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാൽഡിയൻ. സംസ്കാരങ്ങൾ സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാൽഡിയൻ. മെസപ്പൊട്ടേമിയൻ നഗരജീവിതം കെട്ടിപ്പടുക്കാൻ സംഭാവന നൽകിയ ആദ്യ ജനത. അതായത് മെസപ്പൊട്ടേമിയൻ നഗരജീവിതം കെട്ടിപ്പടുക്കാൻ, ഒരു മെസപ്പൊട്ടേമിയൻ സംസ്കാരം ഉയർന്നു വരാൻ ആദ്യമായിട്ട് സംഭാവന നൽകിയത്, ഒരു തുടക്കം കുറിച്ചത് ഏതു ജനതയാണ്? സുമേറിയക്കാരാണ്. നമ്മൾ പറഞ്ഞു 4 സംസ്കാരങ്ങളുണ്ടായിരുന്നു. സുമേറിയൻ, കാൽഡിയൻ, ബാബിലോണിയൻ ആൻഡ് അസീറിയൻ. ഇതിൽ സുമേറിയൻകാരാണ് നഗരജീവിതം ആദ്യമായിട്ട് തുടക്കം കുറിക്കുന്നത്. മെസപ്പൊട്ടേമിയയിൽ ഉണ്ടായിരുന്ന പ്രധാന നഗരങ്ങളാണ് ഉർ, ഉറൂക്ക്, ലഗാഷ്. ഒരുപാട് നഗരങ്ങളുണ്ട്. പാഠപുസ്തകത്തിൽ തന്ന പ്രധാന നഗരങ്ങളാണ് ഇവ 3ഉം: ഉർ, ഉറൂക്ക് ആൻഡ് ലഗാഷ്. മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് എഴുത്ത് സമ്പ്രദായം. അവർക്ക് പ്രത്യേകമായിട്ടുള്ള ലിപി ഉണ്ടായിരുന്നു. ലിപിയാണ് ക്യൂണിഫോം ലിപി. മെസപ്പൊട്ടേമിയൻകാരുടെ ലിപിയാണ് ക്യൂണിഫോം ലിപി. ഇത് വികസിപ്പിച്ചത് സുമേറിയൻകാരാണ്. ഒരു പ്രധാന സംസ്കാരമായ സുമേറിയൻകാരാണ് ക്യൂണിഫോം ലിപി വികസിപ്പിക്കുന്നത്. ഇതൊരു ചിത്രലിപിയാണ്. ആപ്പിളിൻ്റെ ആകൃതിയിൽ വരുന്നൊരു ചിത്രലിപിയാണ് ക്യൂണിഫോം ലിപി. കളിമൺ ഫലകങ്ങളിലാണ് ഇവ എഴുതിയിരുന്നത്. കളിമൺ ഫലകങ്ങളിൽ ഈറൻ തണ്ടുകൊണ്ടാണ് ക്യൂണിഫോം ലിപി എഴുതിയിരുന്നത്. മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിൻ്റെ എഴുത്ത് സമ്പ്രദായമാണ് ക്യൂണിഫോം ലിപി. വികസിപ്പിച്ചത് സുമേറിയൻകാരാണ്. ചിത്രലിപി ആപ്പിളിൻ്റെ ആകൃതിയാണ് ഇതിലുണ്ടായത്. കളിമൺ ഫലകങ്ങളിൽ ഈറൻ തണ്ടുകൊണ്ടാണ് ക്യൂണിഫോം ലിപി എഴുതിയിരുന്നത്. മെസപ്പൊട്ടേമിയൻ സംസ്കാരം തന്ന പ്രധാന സംഭാവനകൾ, ശാസ്ത്രത്തിലും ഗണിതത്തിലും ഇവർ കൊണ്ടുവന്ന സംഭാവനകളാണ് ചാന്ദ്ര പഞ്ചാംഗം, സൂര്യഗ്രഹണവും
ചന്ദ്രഗ്രഹണവും കണക്കാക്കി ഹരണം ഗുണനമൊക്കെ കണ്ടെത്തി വരുന്നത് ആരാണ്? മെസപ്പൊട്ടേമിയൻ സംസ്കാര കാലത്താണ്. ചാന്ദ്രപഞ്ചാംഗം, സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം കണക്കാക്കി ഹരണം ഗുണനം. ഓർത്തിരിക്കുക, ശാസ്ത്രവും ഗണിതത്തിലും മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിൻ്റെ സംഭാവനകളാണ് ചാന്ദ്രപഞ്ചാംഗം, സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം കണക്കാക്കി ഹരണം ഗുണനം. മെസപ്പൊട്ടേമിയൻ സംസ്കാര കാലത്താണ് ആദ്യമായിട്ട് നിയമം ക്രോഡീകരിക്കുന്നത്. മെസപ്പൊട്ടേമിയൻ സംസ്കാര കാലത്താണ് ആദ്യമായിട്ട് നിയമം ക്രോഡീകരിക്കുന്നത്. സുമേറിയൻ ഭരണാധികാരിയായ ഡുങ്കിയാണ് ഇത് ചെയ്യുന്നത്. സുമേറിയൻ ഭരണാധികാരിയായ ഡുങ്കിയാണ് ആദ്യമായിട്ടൊരു നിയമം ക്രോഡീകരിക്കുന്നത്. ഇത് പരിഷ്കരിച്ചിട്ടാണ് ഹമ്മുറാബിയുടെ നിയമസംഹിത ഉണ്ടാവുന്നത്. അപ്പോൾ ആദ്യം നിയമം ക്രോഡീകരിച്ചത് ആരാന്ന് ചോദിച്ചാൽ ഡുങ്കിയാണ്. സുമേറിയൻ ഭരണാധികാരിയായിരുന്നു. ഇത് പരിഷ്കരിച്ചിട്ടൊരു നിയമസംഹിത കൊണ്ടുവന്നത് ഹമ്മുറാബിയാണ്. അപ്പോൾ ലോകത്ത് എഴുതപ്പെട്ടതിൽ ഏറ്റവും പഴയ നിയമസംഹിതയാണ് ഹമ്മുറാബി. ക്രോഡീകരിച്ചത് ഡുങ്കി രാജാവാണ്. അതൊരു നിയമസംഹിതയായിട്ട് എഴുതി വെച്ചത് ആരാണ്? ഹമ്മുറാബിയാണ്. ലോകത്തെ എഴുതപ്പെട്ടതിൽ ഏറ്റവും പഴയ നിയമസംഹിത എന്ന് പറയുന്നത് ഹമ്മുറാബിയുടെ നിയമസംഹിതയാണ്. BC 1792 മുതൽ 1750 വരെയായിരുന്നു ഹമ്മുറാബിയുടെ കാലഘട്ടം. 1792 മുതൽ 1750 വരെയാണ് ഹമ്മുറാബിയുടെ കാലഘട്ടം. ബാബിലോണിയൻ ഭരണാധികാരിയായിരുന്നു ഹമ്മുറാബി. ബാബിലോണിയൻ ഭരണാധികാരിയാണ്. നിയമം ക്രോഡീകരിച്ച ഡുങ്കി സുമേറിയൻ ഭരണാധികാരിയാണ്. നിയമസംഹിത കൊണ്ടുവന്ന ഹമ്മുറാബി ബാബിലോണിയൻ ഭരണാധികാരിയായിരുന്നു. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, ഇതൊക്കെ വരുന്നത് ഹമ്മുറാബിയുടെ നിയമസംഹിതയിലാണ്. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്ന ഈ നിയമരീതി വരുന്നത് ആരുടെ നിയമസംഹിതയിലാണ്? ഹമ്മുറാബിയുടെ നിയമസംഹിതയിലാണ്. ലോകത്ത് എഴുതപ്പെട്ടതിൽ ഏറ്റവും പഴയത് BC 1792 മുതൽ 1750 വരെ കാലഘട്ടം. ബാബിലോണിയൻ ഭരണാധികാരിയായിരുന്നു. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്. ദെൻ സിഗുറാത്തുകൾ. മെസപ്പൊട്ടേമിയയിലെ പ്രധാന സവിശേഷതയാണ് സിഗുറാത്തുകൾ. സിഗുറാത്തുകൾ എന്ന് പറയുന്നത് അന്നുണ്ടായിരുന്ന ആരാധനാലയങ്ങളെയാണ് പറയുന്നത്. ഇഷ്ടിക കൊണ്ടാണ് സിഗുറാത്തുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഉർ നഗരത്തിൽ ഇന്നും പ്രധാനപ്പെട്ടൊരു സിഗുറാത്ത് സംരക്ഷിക്കപ്പെടുന്നുണ്ട്. സിഗുറാത്തുകൾ എന്ന് പറയുന്നത് മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിൻ്റെ ആരാധനാലയങ്ങളാണ്. ഇഷ്ടിക കൊണ്ടാണ് ഇവ നിർമ്മിക്കുന്നത്. ഉർ നഗരത്തിൽ ഇന്നും സിഗുറാത്തുകൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ദെൻ മെസപ്പൊട്ടേമിയൻ സംസ്കാരം കഴിഞ്ഞു. ദെൻ ഈജിപ്ഷ്യൻ സംസ്കാരം. ഈജിപ്ഷ്യൻ സംസ്കാരം ഉയർന്നു വന്ന നദീതടം നൈൽ നദീതടത്തിലാണ് ഈജിപ്ഷ്യൻ സംസ്കാരം ഉയർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈജിപ്തിനെ നൈലിൻ്റെ ദാനം എന്ന് പറയും. നൈൽ നദീതീരത്താണ് ഈജിപ്ഷ്യൻ സംസ്കാരം. ഈജിപ്തിനെ അതുകൊണ്ട് നൈലിൻ്റെ ദാനം എന്ന് പറയുന്നു. അന്നത്തെ ഈജിപ്തിലെ പ്രധാന നഗരമാണ് കെയ്റോ. ഈജിപ്തിലെ രാജാക്കന്മാരെ പറയുന്നത് ഫറോവ എന്നാണ്. ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ പ്രധാന സവിശേഷതയാണ് പിരമിഡുകൾ. ഈജിപ്ഷ്യൻ സംസ്കാരം നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്നു. പ്രധാന നഗരം കെയ്റോ, രാജാവ് ഫറോവ, പിരമിഡുകൾ പ്രധാന സവിശേഷതയാണ്. പിരമിഡുകൾ എന്ന് പറയുന്നത് ഫറോവമാരുടെ, അതായത് അന്നത്തെ രാജാക്കന്മാരുടെ ശവകുടീരങ്ങളെയാണ് പിരമിഡുകൾ എന്ന് പറയുന്നത്. ഏറ്റവും വലിയ പിരമിഡ് ഏതാണ്? ഗിസയിലെ മഹത്തായ പിരമിഡാണ് ഏറ്റവും വലിയ പിരമിഡ്. ഫറോവമാരുടെ ശവകുടീരങ്ങളാണ് പിരമിഡുകൾ. ഇന്നുള്ള ഏറ്റവും വലിയ പിരമിഡ് എന്ന് പറയുന്നത് ഗിസയിലെ മഹത്തായ പിരമിഡാണ്. ദെൻ മമ്മികൾ. ഈ പിരമിഡുകളിൽ ഇവരുടെ മൃതദേഹം സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ഈ മൃതദേഹങ്ങളെയാണ് മമ്മികൾ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ഇന്ന് സൂക്ഷിക്കപ്പെട്ട ഒരു മമ്മിയാണ് തൂത്തൻഖാമൻ. തൂത്തൻഖാമൻ്റെ മമ്മി ഇന്നും അതുപോലെ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. പിരമിഡുകൾ ഫറോവന്മാരുടെ ശവകുടീരങ്ങളാണ്. ഏറ്റവും വലുത് ഗിസയിലെ മഹത്തായ പിരമിഡാണ്. മമ്മികൾ പിരമിഡുകളിൽ സൂക്ഷിച്ചു വെക്കുന്ന മൃതദേഹങ്ങളെയാണ് മമ്മികൾ എന്ന് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഫറോവയുടെ ഫറോവയാണ് തൂത്തൻഖാമൻ. ദെൻ ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ എഴുത്തുവിദ്യ. മെസപ്പൊട്ടേമിയയുടേത് ക്യൂണിഫോം ലിപിയാണ്. ഈജിപ്ഷ്യൻ സംസ്കാരത്തിലോട്ട് വരുമ്പോൾ ഇവരുടെ എഴുത്തുവിദ്യ ഹൈറോഗ്ലിഫിക്സ് ലിപിയാണ്. ഈജിപ്തിൽ ഹൈറോഗ്ലിഫിക്സ് ലിപിയാണ് ഉണ്ടായിരുന്നത്. ഹൈറോഗ്ലിഫിക്സിനെ വിശുദ്ധമായ എഴുത്ത് എന്ന് പറയുന്നുണ്ട്. വിശുദ്ധമായ എഴുത്ത് എന്ന് പറയുന്നത് ഹൈറോഗ്ലിഫിക്സ് ലിപിയെയാണ്.
ഇവർ ചിഹ്നങ്ങളും അക്ഷരങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. വലത്ത് നിന്ന് ഇടത്തോട്ടാണ് ഹൈറോഗ്ലിഫിക്സ് ലിപി എഴുതുന്നത്. വലത്ത് നിന്ന് ഇടത്തോട്ടാണ് എഴുതുന്നത്. പാപ്പിറസ് ഇലകളിലാണ് ഇവരിത് എഴുതി വെച്ചിരുന്നത്. ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ എഴുത്തുവിദ്യ ഹൈറോഗ്ലിഫിക്സ് ലിപി വിശുദ്ധമായ എഴുത്ത് എന്നറിയപ്പെടുന്നു. ചിഹ്നങ്ങളും അക്ഷരങ്ങളും ഉപയോഗിച്ചിട്ടാണ് എഴുതുന്നത്. വലത്തു നിന്ന് ഇടത്തോട്ടാണ് എഴുതുന്നത്. പാപ്പിറസ് ഇലകളിലൊക്കെ ആണ് ഇവ എഴുതി വെച്ചിരുന്നത്. ദെൻ ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ ശാസ്ത്ര നേട്ടങ്ങൾ: ജ്യാമിതി കണ്ടെത്തി, സങ്കലനവും വ്യവകലനവും കണ്ടെത്തി, ജലഘടികാരം കണ്ടെത്തുന്നു, ത്രികോണം, ദീർഘചതുരം എന്നിവയുടെയൊക്കെ വിസ്തൃതിയും ഇവർക്ക് കണ്ടെത്താൻ കഴിയുമായിരുന്നു. ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ ശാസ്ത്ര നേട്ടങ്ങളാണ് ജ്യാമിതി, സങ്കലനം, വ്യവകലനം, ജലഘടികാരം, ത്രികോണം, ദീർഘചതുരം എന്നിവയുടെയൊക്കെ വിസ്തൃതി ഇവർക്ക് അറിയുമായിരുന്നു. ദെൻ ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ കലണ്ടർ ഇമ്പോർട്ടൻ്റ് ആണ്. ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ കലണ്ടർ സൗരപഞ്ചാംഗം, സൂര്യനെ ബേസ് ചെയ്തിട്ടാണ് ഇവർ കലണ്ടർ ഉണ്ടാക്കിയിരുന്നത്. സൗരപഞ്ചാംഗം എന്ന് പറയും. ഇവർക്ക് 30 ദിവസമുള്ള 12 മാസങ്ങളുണ്ടായിരുന്നു. കൂടാതെ ഒരു എക്സ്ട്രാ 5 ദിവസവും. 30 ദിവസമുള്ള 12 മാസം, അപ്പോൾ 360 ദിവസമായി. പിന്നെ ഒരു 5 ദിവസം കൂടെയുണ്ട്. അങ്ങനെ ഒരു വർഷത്തിൽ 365 ദിവസമാണ് ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ അവരുടെ കലണ്ടറിൽ ഉണ്ടായിരുന്നത്. ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ കലണ്ടർ സൗരപഞ്ചാംഗം 30 ദിവസമുള്ള 12 മാസങ്ങളും കൂടാതെ ഒരു 5 ദിവസവും കൂട്ടിയിട്ട് ഒരു വർഷം 365 ദിവസങ്ങളുണ്ടായിരുന്നു. ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് സിംഫിങ്സ് പ്രതിമ. മനുഷ്യൻ്റെ തലയും സിംഹത്തിൻ്റെ ഉടലുമുള്ള ഒരു പ്രതിമയാണ് സിംഫിങ്സ് പ്രതിമ. സിംഫിങ്സ് പ്രതിമ മനുഷ്യൻ്റെ തലയും സിംഹത്തിൻ്റെ ഉടലുമുള്ള പ്രതിമയാണ് സിംഫിങ്സ് പ്രതിമ. ദെൻ ചൈനീസ് സംസ്കാരം. ഒയാങ്ഹോ നദീതീരത്താണ് ചൈനീസ് സംസ്കാരം ഉയർന്നു വന്നത്. ഒയാങ്ഹോ നദീതീരത്ത് ആണ് ചൈനീസ് സംസ്കാരം. നെയ്ത്ത്, മൺപാത്ര നിർമ്മാണം, പട്ടുവസ്ത്ര നിർമ്മാണം, വെങ്കല ശില്പ നിർമ്മാണമൊക്കെ ഇവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ചൈനീസ് സംസ്കാരത്തിലെ കലണ്ടറിൽ 365 ദിവസമുണ്ട്. കലണ്ടറിൽ 365 ദിവസം. ചൈനീസ് ലിപി ഇവരൊരു ചിത്രലിപിയാണ്. ചൈന സംസ്കാരത്തിലുണ്ടായിരുന്നത് ഒരു ചിത്രലിപിയായിരുന്നു. ഒയാങ്ഹോ നദീതീരത്താണ് ചൈനീസ് സംസ്കാരം ഉയർന്നു വന്നത്. നെയ്ത്ത്, മൺപാത്ര നിർമ്മാണം, പട്ടുവസ്ത്ര നിർമ്മാണം, വെങ്കല ശില്പ നിർമ്മാണമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. കലണ്ടറിൽ 365 ദിവസമുണ്ട്. ചൈനീസ് ലിപി അറിയുന്നത് ഒരു ചിത്രലിപിയായിരുന്നു. ദെൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു സംസ്കാരമാണ് ഹാരപ്പൻ സംസ്കാരം. സിന്ധു നദീതട സംസ്കാരം എന്ന് പറയും. കാരണം സിന്ധു നദീ തീരത്താണ് ഈ സംസ്കാരം ഉയർന്നു വന്നത്. അതുകൊണ്ട് തന്നെ സിന്ധു നദീതട സംസ്കാരം എന്ന് പറയുന്നു. BC 2600 മുതൽ BC 1900 വരെയാണ് ഹാരപ്പൻ സംസ്കാരം ഉണ്ടായിരുന്നത്. BC 2600 മുതൽ BC 1900 വരെ. ആദ്യമായിട്ട് കണ്ടെത്തിയ നഗരം, ഒരുപാട് നഗരങ്ങളുണ്ട് ഈ സംസ്കാരത്തിൽ. ആദ്യമായിട്ട് കണ്ടെത്തിയ നഗരം ഹാരപ്പയാണ്. അതുകൊണ്ട് തന്നെയാണ് സിന്ധു നദീതട സംസ്കാരത്തെ ഹാരപ്പൻ സംസ്കാരം എന്നും പറയുന്നത്. ആദ്യമായി കണ്ടെത്തിയ നഗരം ഹാരപ്പ. ഇന്ത്യയിലെ ഒന്നാം നഗരവൽക്കരണം എന്ന് പറയുന്നത് ഹാരപ്പൻ സംസ്കാരത്തെയാണ്. ഇത് ഓർത്തു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലെ ഒന്നാം നഗരവൽക്കരണം എന്ന് പറയുന്നത് ഹാരപ്പൻ സംസ്കാരത്തെയാണ്. ജോൺ മാർഷൽ. ഇന്ത്യയിലെ പുരാതന വസ്തുക്കളുടെയും ശേഷിപ്പുകൾ കണ്ടെത്തുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ASI. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ 1902 മുതൽ 1922 വരെ ഇതിൻ്റെ ഡയറക്ടർ ജനറൽ ആയിരുന്നു ജോൺ മാർഷൽ. 1902 മുതൽ 1928 വരെ ഇതിൻ്റെ ഡയറക്ടർ ജനറൽ ആയിരുന്നു ജോൺ മാർഷൽ. ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഹാരപ്പൻ സംസ്കാരം കണ്ടെത്തുന്നത്. ജോൺ മാർഷൽ ഇന്ത്യയിലെ പുരാതന വസ്തുക്കളുടെ ശേഷിപ്പുകളുടെ കണ്ടെത്തുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ASI. 1902 മുതൽ 1928 വരെ ഇതിൻ്റെ ഡയറക്ടർ ജനറൽ ആയിരുന്നു ജോൺ മാർഷൽ. ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഹാരപ്പൻ സംസ്കാരം കണ്ടെത്തുന്നത്. ദെൻ ഹാരപ്പൻ സംസ്കാരത്തിലുണ്ടായ പ്രധാന നഗരങ്ങൾ, ഒരുപാട് നഗരങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പാഠപുസ്തകത്തിൽ തന്നതാണിത്. ലോത്തൽ, ഹാരപ്പ, മോഹൻജദാരോ, കാലിബംഗാൻ, റാങ്പൂർ. ലോത്തൽ, ഹാരപ്പ, മോഹൻജദാരോ, കാലിബംഗാൻ, റാങ്പൂർ.
ദെൻ നഗരാസൂത്രണം. ഇഷ്ടിക കൊണ്ടാണ് ഇവർ ഹാരപ്പൻ സംസ്കാരത്തിൽ വീടുകൾ നിർമ്മിച്ചിരുന്നതും ഉണ്ടാക്കിയിരുന്നത് ഇഷ്ടിക കൊണ്ടുള്ള വീടുകളായിരുന്നു. പ്രധാനപ്പെട്ടതാണ് ഹാരപ്പൻ സംസ്കാരത്തിൽ ഓർത്തിരിക്കേണ്ടതാണ് അഴുക്കുചാൽ സമ്പ്രദായം. നഗരത്തിലെ വേസ്റ്റ് അഴുക്കൊക്കെ കൊണ്ടുപോകാൻ അഴുക്കുചാൽ സമ്പ്രദായം, ഒരു കൃത്യമായിട്ടുള്ളൊരു അഴുക്കുചാൽ സമ്പ്രദായം ഉണ്ടായിരുന്നു. അപ്പോൾ അഴുക്കുചാൽ സമ്പ്രദായം ഉണ്ടായിരുന്ന സംസ്കാരം എന്ന് ചോദിച്ചാൽ ഹാരപ്പൻ സംസ്കാരമാണ്. ദെൻ വലിയ കുളം. വലിയ കുളം ഒരു പ്രധാന സവിശേഷതയാണ്. വലിയ കുളം ഉണ്ടായിരുന്നത് മോഹൻജദാരോ നഗരത്തിലായിരുന്നു. മോഹൻജദാരോ നഗരത്തിലാണ് വലിയ കുളം കണ്ടെത്തിയത്. ദെൻ കൃഷിയായിരുന്നു ഇവരുടെ പ്രധാനമായിട്ടുള്ള സ്രോതസ്സ്. ഈ കൃഷി അവർക്ക് കാർഷികോൽപ്പന്നത്തിൽ വർധനവ് വരുമ്പോൾ, ആവശ്യത്തിലേറെ വരുമ്പോൾ അത് സൂക്ഷിച്ചു വെക്കാൻ ഇവർ ധാന്യപ്പുരകൾ ഉണ്ടാക്കിയിരുന്നു. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ പ്രധാന സവിശേഷതകൾ വരുന്നതാണ് ധാന്യപ്പുര. നെൽകൃഷിയുടെയൊക്കെ ധാന്യപ്പുരകൾ റാങ്പൂർ അതുപോലെ ഗുജറാത്തിലെ ലോത്തലിൽ നിന്നൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. റംഗ്പൂർ ഗുജറാത്തിലെ ലോത്തലിൽ നിന്നൊക്കെ നെൽകൃഷിയുടെ ധാന്യപ്പുരകൾ കണ്ടെത്തിയിട്ടുണ്ട്. ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടായിരുന്നു എഴുത്തുവിദ്യ. എഴുത്തുവിദ്യയുടെ ലിപികളൊന്നുമില്ല. എഴുത്തുവിദ്യ ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇവർ എഴുതിയിരുന്നത്. ദെൻ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ച. ഹാരപ്പൻ സംസ്കാരം പറഞ്ഞു, ഹാരപ്പൻ സംസ്കാരം ഒരു കാലഘട്ടത്തിലെത്തിയപ്പോൾ അത് പിന്നെ മാഞ്ഞുപോയിട്ടുണ്ട്. ഈ തകർച്ചയ്ക്ക് കാരണമായിട്ടുള്ളത് ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. പ്രധാനപ്പെട്ടതാണ് കാലാവസ്ഥാ വ്യതിയാനമാകാം, അല്ലെങ്കിൽ പ്രളയം വന്നതോ വനനശീകരണം, ഭൂമിയുടെ അമിത ഉപയോഗമോ കാരണമാകാം ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ച. കാലാവസ്ഥാ വ്യതിയാനം, പ്രളയം, വനനശീകരണം, ഭൂമിയുടെ അമിത ഉപയോഗം. താങ്ക് യു. കുറച്ച് വലിയ പാഠമാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി തുടർന്നുള്ള പാഠഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.